മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ രൂക്ഷവിമർശനവുമായി എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറി ജി. സുകുമാരൻ നായർ. സതീശൻ വിചാരിച്ചാൽ എൻ.എസ്.എസിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും എന്നാൽ എൻ.എസ്.എസ് വിചാരിച്ചാൽ പലതും സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയെ കാണാൻ 2 തവണ അനുമതി തേടിയിട്ടും എൻ.എസ്.എസിന് നൽകിയില്ല. സതീശൻ അഹങ്കാരിയാണെന്നും സുകുമാരൻ നായർ ആരോപിച്ചു. എൻ.എസ്.എസ് ബജറ്റ് സമ്മേളനത്തിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ കടുത്ത വിമർശനം. അതേസമയം എൻ.എസ്.എസ് ഡയറക്ടർ ബോർഡിൽ നിന്ന് കെ.ബി. ഗണേഷ് കുമാറിനെ ഒഴിവാക്കിയതിലും ജി. സുകുമാരൻ നായർ പ്രതികരിച്ചു. നടപടികളെല്ലാം ജനാധിപത്യ മര്യാദ അനുസരിച്ചാണെന്നാണ് ഉറപ്പുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായി പദവികൾ ഇല്ലാതിരിക്കുന്നവർക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട്. ഓരോ താലൂക്കിലെയും പ്രവർത്തനമനുസരിച്ചാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ 2 പേരെ മാറ്റും, ചിലപ്പോൾ 3 പേരെ മാറ്റും. ഇത്തവണ ഒരാളെയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാലാവധി തീർന്നതിനാലാണ് ഗണേശിനെ വീണ്ടും ഡയറക്ടർ ബോർഡിലേക്ക് എടുക്കാത്തതെന്നും അല്ലാതെ പുറത്താക്കിയതല്ലെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. വർഷങ്ങളായി ബോർഡിൽ സ്ഥാനം കിട്ടാത്തവർക്ക് സ്ഥാനം കൊടുക്കണം. പ്രവർത്തനമനുസരിച്ചാണ് ആളുകളെ മാറ്റുന്നത്. പരാതിയുണ്ടെങ്കിൽ ഗണേശിന് കേസ് കൊടുക്കാമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നാൽ മരിക്കുന്നതുവരെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളല്ല താനെന്നായിരുന്നു ഇതിനോട് കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികരണം. അംഗത്വം പുതുക്കാത്തതിൽ പ്രശ്നമില്ല. അംഗത്വം പുതുക്കാൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. സ്ഥാനത്തിനുവേണ്ടിയല്ല താൻ എൻ.എസ്.എസിൽ വന്നത്. ഇപ്പോഴും ജനറൽ സെക്രട്ടറിയെ പിന്തുണയ്ക്കുന്നയാളാണ് താനെന്നും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി.